എന്താ ഈ രാത്രിയില്? ചേച്ചി, ശിവേട്ടന് നല്ല പനിയാ. ചന്ദ്ര വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അച്ഛനാണെ സ്ഥലത്തും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിയെ വിളിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. എന്തെങ്കിലും ഉടനെ ചെയ്യണം ചേച്ചി, പനി അത്രയ്ക്ക് കൂടുതലാ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നീ പറഞ്ഞൊക്കെ ഉണ്ടോ നോക്കി? ആ നോക്കാം. അതെന്താ ഇഷ്ടക്കേടിന്റെ ടോണില്ല? ആ ഇവിടെ നടക്കണ കാര്യങ്ങൾ കണ്ടാ ഈ വീട്ടിൽ ജീവിക്കാനേ തോന്നില്ല. പിന്നല്ലേ ഇഷ്ടക്കേടും. എന്റെ രോഹിത്തെ, നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നതേ മറ്റു പലരുവാ. അവർക്കാണെങ്കിൽ ഇവിടെ ആരെ വേണേലും കൊണ്ടുവന്ന് ആക്കാം, ആരെ വേണേലും കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്യാം. കാരണേ അധികാരം അവർക്കാ. എടി, നീ ഇത് എവിടുത്തെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നേ? വേറെ എവിടുത്തെ കാര്യമല്ല പറയണേ, ഇവിടുത്തെ കാര്യം തന്നെയാ പറയുന്നേ. ഈ വീട്ടിലെ കാര്യോ? കുഞ്ഞേച്ചിയെ വഴി കിടക്കുന്നവരൊക്കെ പിടിച്ചതേ നമ്മുടെ കുടുംബശ്രീ ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. ദേ ഇവിടെ കേട്ടി താമസിപ്പിക്കാനായിരുന്നു പ്ലാൻ. ഞാൻ കണക്കിന് പറഞ്ഞതുകൊണ്ട് ദേ കടയെ കേട്ടി താമസിപ്പിച്ചിരിക്കുക. ശാലിനിയല്ലേ അങ്ങനെ ചെയ്തത്? എങ്കിലേ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്ത് കാരണം? ഒരു കാരണവും ഇല്ല. രോഹിത് ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് നിന്ന് പറയണം അവരെ ഇപ്പൊ തന്നെ ഇവിടെ ഇറക്കി വിടണോന്ന്. ഞാനോ? ഞാൻ എന്തിനെതിര് പറയണം? അവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ശാലിനിയല്ലേ, അതായത് നിന്റെ ചേച്ചി. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ എന്തിനാ ഇടപെടുന്നത്? രോഹിത് ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഇവിടെ ഇറക്കി വിട്ടേ പറ്റൂന്ന് എന്നെ പറയണം. അമ്മേ, ഇവിടുന്ന് നമ്മളെ ഇറക്കി വിട്ടാ നമ്മൾ എങ്ങോട്ട് പോകും അമ്മേ? ആരും ഇല്ലാത്തവർക്ക് ദൈവം കൂട്ടുണ്ടാവും മോനെ. എന്നിട്ട് നമുക്ക് നമ്മുടെ സഹായത്തിന് വന്നത് സത്യയുടെയും പപ്പയുടെയും അമ്മയാണല്ലോ. ഈശ്വരൻ പലപ്പോഴും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതുപോലുള്ള നല്ല മനുഷ്യരുടെ രൂപത്തിലായിരിക്കും മോനെ. രോഹിത്തെ, ഇപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ആരാ? രോഹിതും അച്ഛനും. അപ്പൊ ഈ വീട്ടിലും കടയിലും ആര് താമസിക്കണം താമസിക്കേണ്ടെന്നുള്ള തീരുമാനം എടുക്കാനുള്ള അധികാരവും നിങ്ങൾക്കാ ഉള്ളത്. വല്ലപ്പോഴും കേറി വരുന്ന ഒരാൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം കൊടുത്താലേ പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്ത് വിലയുള്ളത്? ശ്യാമേ, നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ എന്തിനു ഇടപെടണം എന്നാ ചോദിക്കുന്നത്? അപ്പൊ രോഹിത്തിന് ഈ കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ലേ? എടി, എന്നാണോ ഞാൻ പറഞ്ഞത്? എന്താ ഇവിടെ പ്രശ്നം? അച്ഛാ, രോഹിത് പറയുന്നതേ അവരെ ഇവിടുന്ന് ഇറക്കി വിടണോന്നാ, ഇല്ലെങ്കിൽ രോഹിത് നിക്കില്ലാന്ന്. എടി ശ്യാമേ, നീ വെറുതെ എന്തെങ്കിലും പറയല്ലേ? രോഹിത് ഒന്നും മിണ്ടാതിരുന്നേ. ഉള്ളതേ ഉള്ളതുപോലെ പറയണം, ഇല്ലെങ്കിൽ രോഹിത്തിന്റെ വായിലിരിക്കുന്ന കേൾക്കുന്ന ഞാനാ. അല്ലച്ചാ, രോഹിത് പറയുന്നതിലും കാര്യമില്ലേ? രോഹിത് ഇവിടെ വന്ന് താമസിക്കുന്നത് അച്ചിക്കോന്തനായതുകൊണ്ടല്ലോ. അച്ചിക്കോന്തനോ? എന്തിനാ ശ്യാമേ നീ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്? ആ അല്ല, രോഹിത്തിനെ ഇപ്പൊ ഈ വീട്ടിൽ ആ വാക്ക് പോലെ ആക്കിയില്ലേ? അല്ലെങ്കിൽ രോഹിത്തിനോട് ഒരു വാക്ക് ചോദിച്ചോ? രോഹിത് ഇവിടെ താമസിക്കുന്നതല്ലേ? അല്ല, എന്താ ചോദിക്കാഞ്ഞേ? അപ്പൊ അത്രയ്ക്ക് വിലയെ രോഹിത്തിന് ഇവിടെ കൊടുക്കുന്നുള്ളൂ. രോഹിത്തെ, ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ അച്ചി വീട്ടിൽ ഒന്ന് പൊറുക്കണ്ടെന്ന്. ശ്യാമേ, നീ വെറുതെ വേണ്ടത്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ശാലിനി കൊണ്ടുവന്നാക്കിയവരെ അവിടെ നിന്ന് ഒഴിവാക്കണം. അത് നമുക്ക് ചെയ്യാം. നോക്ക്, എന്തായാലും ശാലിനി ഒരു ദിവസം എന്ന് പറഞ്ഞല്ലേ കൊണ്ടുവന്നത്. ഒരു ദിവസം നോക്കാം, ഒരേ ഒരു ദിവസം. നാളെ കട തുറക്കുന്നതിന് മുമ്പ് 3 പേരെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി തരാം. അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഇനി അടി കൂടണ്ട. മോള് കരയുന്നു, ഞാൻ എന്താണെന്ന് നോക്കട്ടെ. ഏത് സമയം ഇങ്ങനെ കരച്ചിലോട് കരച്ചില്, ശല്യം. ശ്യാമേ, നീ ഇത്രയും ക്രൂരയാവരുത്. നീ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചല്ലേ? ഇതൊക്കെ ആരോട് പറയാനാ? സത്രമല്ലേ സത്രം, ആൾക്കാർക്ക് വന്ന് താമസിക്കാനായിട്ട്. അകത്തും പുറത്തും സ്വസ്ഥതയില്ല. ഈശ്വരോ, നമ്മൾ എങ്ങോട്ട് പോകും അമ്മേ? നോക്കട്ടെ മോനെ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. പോയല്ലേ പറ്റൂ.
ആർക്കും എന്തോ ആപത്ത് സംഭവിച്ചതുപോലെ സ്വപ്നത്തെ കണ്ടതും അതാണല്ലോ ഈശ്വര. ശാലിനി ചേച്ചി. എന്താ റാണി, എന്താ ഈ രാത്രിയില്? ചേച്ചി, ശിവേട്ടന് നല്ല പനിയാ. ചന്ദ്ര വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അച്ഛനാണെ സ്ഥലത്തും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിയെ വിളിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. എന്തെങ്കിലും ഉടനെ ചെയ്യണം ചേച്ചി, പനി അത്രയ്ക്ക് കൂടുതലാ. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഹലോ പ്രകാശ്. എടോ, ഞാൻ പുറത്തുണ്ട്. ആ സെക്യൂരിറ്റി കാവലിലുണ്ട്. ഒരു തരത്തിൽ അടുക്കാൻ പറ്റുന്നില്ല. പ്രകാശ് എന്തായാലും ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. പ്രകാശിന് എന്റെ ഏട്ടനെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഏട്ടൻ പനി കൂടി റാണിയുടെ വീട്ടിൽ കിടക്കുക. ഹോസ്പിറ്റലിൽ പോവാൻ പറഞ്ഞിട്ട് കൂട്ടാക്കാതിരിക്കുക. ഒന്ന് ഏട്ടനെ പോയി നോക്കൂ. ഏത്? അന്ന് ഞാൻ വന്ന വീടാണോ? ആ, അത് തന്നെയാ. തീരെ വയ്യെന്നാ പറഞ്ഞേ. ഒന്ന് പോയി നോക്കിയിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമാവുമായിരുന്നു. പ്ലീസ്. അതിനെന്താ, ഞാൻ പോവാടോ. ചിലപ്പോ BP വേരിയേഷൻ ആയിരിക്കും. ഞാൻ സ്റ്റെതസ്കോപ്പും BP മോണിറ്ററുമായിട്ട് ഏട്ടന്റെ അടുത്തേക്ക് പോവാം. തന്റെ ഏട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെയും കൂടി ഏട്ടനല്ലേ. ഞാൻ പോവാം. അവിടെ ചെന്നിട്ട് തന്നെ വിളിക്കുകയും ചെയ്യാം. ഓക്കെ പ്രകാശ്, താങ്ക്സ്. നമ്മൾ തമ്മിൽ ഇതിനൊക്കെ താങ്ക്സ് പറയേണ്ട കാര്യമുണ്ടോ? ഇതെന്റെ കടമ തന്നെയാ. ശരിടോ, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. ശരി.